സുധി തിരിച്ചു തന്ന 1,00,000 രൂപയായിട്ട് ചന്ദ്ര പലിശക്കാരന് പൈസ കൊടുക്കാൻ പോവാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കും, അല്ലെങ്കിൽ ഇതൊന്ന് കുറച്ച് പൈസ ഇവിടെ ഇരിക്കട്ടെ, ശ്രുതിക്ക് ഇനി അടുത്ത ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് ശ്രുതി വിളിച്ചിരിക്കല്ലേ, അതിന് അവന് പൈസയ്ക്ക് പിന്നെ എവിടേക്കാണ് പോവാന്ന് വെച്ചിട്ട് കുറച്ച് പൈസ അവിടെ വെച്ചതിന് ശേഷം ബാക്കി പൈസയായിട്ട് ചന്ദ്ര പോവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ചന്ദ്രയുടെ ബാഗ് ഒരു മോഷ്ടാവും മോഷ്ടിക്കുകയും ചെയ്യും. അതിനുശേഷം ഇതിലത്തെ പൈസ എടുത്തിട്ട് ബാഗ് അവിടേക്ക് ചന്ദ്രയുടെ നേരെ വലിച്ചെറിയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ പേടിയാവും കേട്ടോ. അങ്ങനെ ചന്ദ്ര ഇനി എന്താ ചെയ്യുക, ആരും സഹായത്തിന് വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് പോവാണ്, ആ ഫിനാൻസറുടെ അടുത്തേക്ക്. അങ്ങനെ ഫിനാൻസറുടെ അടുത്തേക്ക് എത്തിയിട്ട് ചന്ദ്ര പറയും, ഞാൻ പൈസയായിട്ട് വരുമായിരുന്നു, അപ്പോൾ അതിങ്ങനെ ഒരു മോഷ്ടാവ് മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ, നീ പൈസ തരാത്തതും പോലെ എൻ്റെ അടുത്ത് കള്ളം പറയണോ, എന്നെ പറ്റിക്കാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഒരു ഗുണ്ട ആയ പെൺകുട്ടീനെ വിളിച്ചിട്ട് ഇവളേനെയും കൊണ്ട് ഒരു ഷെഡിൽ അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ പേടിയാവും. എന്നിട്ട് ഈ ആധാരത്തിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രവീനെ വിളിക്കുകയാണ് ഈ ഫിനാൻഷ്യർ. എന്നിട്ട് രവിയും സച്ചിയും സുധിയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം എല്ലാ വിവരങ്ങളും അറിയിക്കുമ്പോൾ രേവതി വിളിച്ച് ചോദിക്കും, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, നമ്മുടെ പുന്നാര അമ്മ നമ്മുടെ വീടിൻ്റെ ആധാരം വെച്ച് 17,00,000 രൂപ കടം വാങ്ങിയിരിക്കുക ചോദിക്കും. അപ്പോൾ രേവതി ചോദിക്കും, അതെന്തിന് ഇത്ര അധികം പൈസയുടെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചി പറയും, ആർക്കറിയാം, അത് അവരുടെ കാര്യമല്ലേ, എന്ത് വേണമെങ്കിലും ആവാമെന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ.